നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും യോവേൽ പ്രവചന നിവൃത്തി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ. അത് എന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിന് പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിന് പകരും. അവരും പ്രവചിക്കും. ഗലീലക്കാരായ സാമാന്യരായ പഠിപ്പില്ലാത്ത ആളുകൾ ലോകത്തിൻ്റെ അറ്റത്തുനിന്ന് പോലും വന്നിട്ടുള്ള വ്യത്യസ്ത ഭാഷക്കാരുടെ ഭാഷയിൽ സുവിശേഷം അല്ലെങ്കിൽ ദൈവവചനം, യേശുവിനെ കുറിച്ചുള്ള രക്ഷാമാർഗം പറഞ്ഞപ്പോൾ ദൂരെ നിന്ന് വന്ന ആളുകൾ ആശ്ചര്യത്തോടെ, ഇതാണ് ദൈവത്തിൻ്റെ വൻകാര്യം, ഇതാണ് നാം കേൾക്കേണ്ടതും അറിയേണ്ടതും, ഇത് സത്യമാണ്. കാരണം ഭാഷ അറിയാത്ത ഇവർ ഈ നമ്മുടെ ഒക്കെ ഭാഷകൾ പഠിക്കാതെ പറയുന്നല്ലോ, തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞ് തമ്മിൽ പറഞ്ഞു. പക്ഷേ തദ്ദേശീയരായ ആളുകൾക്ക് ഒന്നും പിടികിട്ടില്ല. അവർക്ക് അവരുടെ ഒരു ഭാഷ, എബ്രായ ഭാഷ മാത്രമേ അവർക്ക് അറിഞ്ഞുകൂടൂ. അപ്പോൾ ഇത് കേട്ട അവർ പറഞ്ഞു, ഇത് പുതുവീഞ്ഞു കുടിച്ചവരെ പോലെ ഇരിക്കുന്നല്ലോ. അപ്പോൾ പത്രോസ് എഴുന്നേറ്റ് ഉറക്കെ, മാളികമുറി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്റ്റേജ് പോലെ ആയിരിക്കുകയാണ്. താഴെ 10,000-കണക്കായ ആളുകൾ, അവർ 3 മാസം മുമ്പ് 3 പെരുന്നാൾ ആചരിക്കാൻ 1-ാം മാസം വന്നതാണ്. ഇത് 3-ാം മാസം അവർ ഒരു ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് അവർ ജനം ഇങ്ങനെ ഒഴുകുകയാണ്. ജനസഹസ്രങ്ങൾ അല്ലെങ്കിൽ ജനലക്ഷങ്ങൾ എന്ന് പറയാം. അതുകൊണ്ട് ആ പരിസരമൊക്കെ അങ്ങ് ജനനിബിഡമായി അവർ ദൈവവചനം കേൾക്കാൻ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരുന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റുറക്കെ അവരോട് പറയുകയാണ്, 11 പേരോട് നിന്നുകൊണ്ട്. അപ്പം ആകെ 12 പേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു മുറിയാണ്, വീടിൻ്റെ 1-ാം നിലയാണ്. അവിടെ നിന്നുകൊണ്ട് പത്രോസ് ഉറക്കെ വിളിച്ചു പറയുകയാണ്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന ഏവരുമായുള്ളവരെ. അപ്പോൾ അവരാണ് സംശയിച്ച്, യഹൂദ പുരുഷന്മാരായ യെരുശലേമിൽ പാർക്കുന്നവരാണ് സംശയം പറഞ്ഞത്. നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. 3 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ രാവിലത്തെ 9 മണിയാണ്. ഇത് യോവേൽ പ്രവാചക മുഖാന്തരമുള്ള പ്രവചനത്തിൻ്റെ നിവൃത്തി അത്രേ. എന്താണത്? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിന് പകരും. അന്ത്യകാലം എന്നല്ല യോവേലിൽ എഴുതിയിട്ടുള്ളത്. യോവേൽ പ്രവചനം 2:28 എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ ശേഷം എന്നാണ്. യിരെമ്യാ പ്രവചനത്തിലും എഹെസ്കേൽ പ്രവചനത്തിലുമൊക്കെ ഈ കാലം കഴിഞ്ഞ ശേഷം എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ കാല ശേഷം. ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത, അത് ചെയ്യുന്ന മനുഷ്യൻ അതിനായി ജീവിക്കും. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇങ്ങനെയുള്ള കുറേ അക്ഷരങ്ങളാണ്. പക്ഷെ അക്ഷരം കൊല്ലുന്നു എന്നാണ്. അതിനകത്ത് പ്രമാണമല്ലാതെ അതാചരിക്കാനുള്ള ശക്തി അതിലില്ല. നിരോമയമായ പ്രമാണമാണ്, ദൈവം കല്ലിൽ എഴുതി കൊടുത്തതാണ്. പക്ഷേ ജഡത്താലുള്ള ബലഹീനത നിമിത്തം
ന്യായപ്രമാണത്തിന് മനുഷ്യനെ നീതീകരിക്കാനായിട്ടുള്ള ശക്തിയില്ലായിരുന്നു. മനുഷ്യന് പാപബോധം ഉണ്ടാകാൻ, കുറ്റബോധം ഉണ്ടാകാൻ, ഞാൻ നരയോഗ്യനാണെന്നൊരു ബോധം ഉണ്ടാകാൻ അല്ലാതെ ന്യായപ്രമാണത്തിന് രക്ഷിക്കാൻ, ജീവൻ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഉത്തരവാദിത്വം മനുഷ്യനാണ്, അത് മനുഷ്യൻ ചെയ്യണം. അവൻ കൊല ചെയ്യരുത്, അവൻ വ്യഭിചാരം ചെയ്യരുത്, അവൻ മോഷ്ടിക്കരുത്, അവൻ കള്ളസാക്ഷ്യം പറയരുത്, അവൻ മോഹിക്കരുത്. ഏത് കൽപ്പനയും വളരെ പരിശ്രമിച്ച് വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. പക്ഷെ ഒരു കാര്യത്തിൽ ഏവരും വീണു പോവുകയാണ്, മോഹിക്കരുത് എന്നുള്ള കൽപ്പനയിൽ അറിയാതെ മോഹം വന്നു പോകുന്നു എന്നാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത്. ഒന്ന് തെറ്റിയ സകലത്തിലും കുറ്റക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം ഒരു പുതിയ നിയമം വാഗ്ദാനം ചെയ്യുകയാണ്. യെഹെസ്കേൽ പ്രവചനം 36 പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്നുണ്ട്. പഴയ നിയമം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യണം, മനുഷ്യനനുസരിക്കണം, മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അതിൽ കൃപയില്ല, അതിൽ ദൈവശക്തിയില്ല, ദൈവസഹായമില്ല. എന്നാൽ ദൈവസഹായവുമായിട്ടാണ് യേശു വന്നത്. നമുക്ക് ന്യായപ്രമാണം അനുസരിക്കാനുള്ള കൃപ അല്ലെങ്കിൽ ശക്തി തരാൻ. ന്യായപ്രമാണം മോശമാതൃ വന്ന് കൃപയും സത്യവും യേശു മൂലം വന്നു എന്നാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 14 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ പ്രമാണത്തിൻ്റെ ഉപദേശത്തിൻ്റെ പ്രത്യേകത, യേശു ഉയർത്തെഴുന്നേറ്റ് അദൃശ്യനായി ജീവിക്കുന്നത് കൊണ്ട് ന്യായപ്രമാണം ആചരിക്കാനുള്ള ആ കൃപയും സഹായവും ശക്തിയും കൂടെ കർത്താവ് നമുക്ക് നൽകും. അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നല്ലേ ദൂതൻ പറഞ്ഞത്. അപ്പോൾ കർത്താവ് തത്സമയത്ത് നമ്മളെ സഹായിക്കുകയാണ്. അല്ലാതെ ഒരു പ്രമാണം തന്നിട്ട് യേശു പോയിരിക്കുകയല്ല. യേശു ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ദൈവം ഇവിടെ ഉണ്ട്. ആത്മാവിൽ ദൈവം നമ്മുടെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തത് നമ്മൾ ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കാനാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു, തടയേണ്ടടുത്ത് തടയുന്നു, സംസാരിക്കേണ്ടത് സംസാരിക്കാൻ സഹായിക്കുന്നു, പരീക്ഷകളെ ജയിക്കാൻ നമുക്ക് ശക്തി തരുന്നു, നമ്മളെ വഴിതിരിച്ച് വിടുന്നു. അതൊക്കെയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. എന്നാൽ യോവേൽ പ്രവചനത്തിൽ എഴുതിയിട്ടുള്ളത് പരിശുദ്ധാത്മാവ് ഒരു ആത്മിക ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുക മാത്രമല്ല, ന്യായപ്രമാണം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ആചരിക്കാൻ നമ്മളെ സഹായിക്കുക മാത്രമല്ല, ദൈവ ശുശ്രൂഷയുടെ ചെയ്യാൻ, പ്രവചനം അല്ലെങ്കിൽ ദർശനം, സ്വപ്നം, ഇതെല്ലാം കൃപാവരങ്ങളാണല്ലോ. അപ്പോൾ പ്രായഭേദമന്യേ യുവാക്കൾ, യുവതികൾ, വൃദ്ധന്മാർ, അതുപോലെ സ്ത്രീകൾ, പിന്നെ ദാസന്മാർ, ദാസിമാർ എന്ന് പറയുന്നത്, ദാസന്മാർ ദാസിമാരൊക്കെ പുറജാതികളാണ്, ദൂരസ്ഥരാണ്. ഇവിടെ യോവേൽ പ്രവചിക്കുന്നത് അന്ത്യകാലത്ത്, അതായത് അന്ത്യകാലം എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടോ 21-ാം നൂറ്റാണ്ടോ എന്നുള്ളതല്ല, ന്യായപ്രമാണ കാലത്തിന് ശേഷം ഉള്ള കാലം അന്ത്യകാലമാണ്. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ നിമിത്തം പിതാക്കന്മാർ അറിയിച്ചിട്ട് ഈ അന്ത്യകാലത്തെന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടാണ്. ഈ അന്ത്യകാലത്ത് പുത്രമഹാൻ നമ്മോട് അറിയിച്ചിരിക്കുന്നു. അതുപോലെ പത്രോസിൻ്റെ ലേഖനത്തിൽ ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു എന്ന് പത്രോസ് എഴുതി. യാക്കോബ് പറഞ്ഞു, ഈ അന്ത്യകാലത്ത് നിങ്ങൾ നിലങ്ങളെ കൊയ്തവരുടെ കൂലി പിടിച്ചു വച്ചിരിക്കുന്നുവല്ലോ. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി, കുഞ്ഞുങ്ങളെ, ഇത് ആണ് അന്ത്യനാഴിക, 1-ാം നൂറ്റാണ്ട്. അപ്പോൾ 1-ാം നൂറ്റാണ്ട് മുതൽ, അതായത് ന്യായപ്രമാണ കാലത്തിന് ശേഷമുള്ള കാലം, അതാണ് അന്ത്യകാലം. ചില ആൾ വിചാരിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ കാര്യമാണ് ഇത് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ആളുകൾ പറഞ്ഞ് 21-ാം നൂറ്റാണ്ടിൻ്റെ കാര്യമാണ് എഴുതിയിട്ടുള്ളത് എന്നാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ പിന്നെ എത്ര നൂറ്റാണ്ട് ഉണ്ടോ അത്രയും നൂറ്റാണ്ടിൻ്റെ കാര്യമാണ് ഈ അന്ത്യകാലം എന്ന് പറയുന്നത്. പിന്നെ അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അതായത് യെഹെസ്കേൽ പ്രവചനത്തിൽ യഹൂദന്മാരുടെ മേൽ, അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ദൈവാത്മ സഹായം ഉണ്ടാകുമെന്നാണ് വാഗ്ദാനം, 36-ാം അധ്യായം യെഹെസ്കേൽ 36. എന്നാൽ യോവേൽ പറഞ്ഞത് സകല ജഡത്തിൻ്റെ മേലും എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ മേൽ മാത്രമല്ല, പ്രജാതിയുടെ മേൽ. ഒറ്റ വ്യവസ്ഥ, അവർ യേശുവിനെ വിശ്വസിക്കുന്നവരായിരിക്കണം. യേശു എനിക്കായി മരിച്ചു, എൻ്റെ നരകമാണ് യേശു അനുഭവിച്ചത്, എന്നെ രക്ഷിക്കാനാണ്, ദൈവനീതിയെ തൃപ്തിപ്പെടുത്തുവാൻ യേശു രക്ഷാമാർഗം ഒരുക്കിയത് എന്ന് വിശ്വസിച്ച് അതിൽ ആശ്രയിക്കുന്ന യഹൂദൻ്റെ മേലും പ്രജാതിയുടെ മേലും ദൈവം തൻ്റെ ആത്മാവിനെ പകരുകയാണ്.
അവർക്ക് ആത്മീക ജീവിതം നയിക്കാനും ആത്മീക ശുശ്രൂഷ അല്ലെങ്കിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാനും അവർക്ക് സാധിക്കും. അപ്പോൾ ആ ശുശ്രൂഷ എന്നുള്ളതാണ് ഇവിടെ പ്രവചനം, സ്വപ്നം അല്ലെങ്കിൽ ദർശനം അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഒരു ഗോത്രത്തിന് അല്ലെങ്കിൽ അതിലെ ഒരു കുടുംബത്തിന് മാത്രമൊക്കെയാണ് അവകാശം ഉണ്ടായിരുന്നത്. ലേവി ഗോത്രത്തിനും അഹ്റോന്റെ കുടുംബത്തിനുമൊക്കെ. മറ്റുള്ളവർക്ക് അതൊക്കെ കാണാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ യഹൂദന്മാരുടെ എല്ലാ ഗോത്രത്തിനും, അതുമാത്രമല്ല യഹൂദരല്ലാത്ത സ്വജാതികൾക്കും ഈ രക്ഷ അനുഭവിക്കാനും ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനും സാധിക്കും. പഴയ നിയമത്തിൽ ലേവ്യർ മാത്രം ആയിരുന്നു യഹോവയുടെ ശുശ്രൂഷകന്മാർ. എന്നാൽ ഇന്ന് യേശുവിനെ കൈക്കൊള്ളുന്ന ഏതൊരാളും രാജകീയ പുരോഹിതവർഗമായി മാറുകയാണ്. ഇതാണ് സുവിശേഷത്തിൻ്റെ വേറൊരു മഹാത്മ്യം. അതാണ് ഇത്ര വലിയ രക്ഷ എന്നതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.